അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി ജുസ് 1 പേജ് 47. വലഹു തഫ്രീഖുഹ അലാ അഅ്ളാഇഹി. വലഹു വുളു എടുക്കുന്ന ആൾക്കുണ്ട് തഫ്രീഖുഹ നിയ്യത്തിനെ വിട്ടുപിരിക്കലുണ്ട് അലാ അഅ്ളാഇഹി വുളുവിൻ്റെ അംഗങ്ങളെ മേൽ വിട്ടുപിരിക്കലുണ്ട്. അയ്യൽ വുളു ഇതിൻ്റെ മറുപടിയാണ്. എങ്ങനെയാണ് അംഗങ്ങളെ മേൽ വിട്ടുപിരിക്കുന്നതിൻ്റെ രൂപം? കായൻവിയ വുളു ആൾ കരുതും പോലെ ഇന്ദ ഹസ്ലിൽ വജ്ഹി മുഖം കഴുകുന്ന സമയത്ത് കരുതുക. റഫൽ ഹദഫി അൻഹു മുഖത്തിനെ തൊട്ട് ചെറിയ അശുദ്ധിനെ ഉയർത്തുകയാണെന്ന് കരുതുക. വഹാക്കഥ ഇപ്രകാരം പറഞ്ഞാൽ കൈ കഴുകുമ്പം കരുതുക കയ്യിനെ തൊട്ട് ഹദസിനെ ഉയർത്തുകയാണ്. തല തടവുമ്പം കരുതുക തലനെ തൊട്ട് ഹദസിനെ ഉയർത്തുകയാണ്. കാല് കഴുകുമ്പം കരുതുക കാലിനെ തൊട്ട് ഹദസിനെ ഉയർത്തുകയാണ്. ഇങ്ങനെ ചെയ്യൽ ജായിസാണ്. ഫിൽ അസുഹ് പ്രകാരം ജായിസാണ്. അതിന് തെളിവെന്താ ഖിയാസാണ്. കമായ ജൂസു ജായിസാകുന്നത് പോലെ തഫ്രീഖു അഫ്ആലിൽ വുളുഇ വുളുവിൻ്റെ പ്രവർത്തനങ്ങളെ വിട്ടുപിരിക്കാലോ. ഇപ്പോൾ വുളുവിൻ്റെ മുഖം ഒരു സ്ഥലത്ത് വെച്ച് കഴുകി, കൈ 1/2 കിലോമീറ്റർ പോയിട്ട് പിന്നെ സ്ഥലത്ത് വെച്ച് കഴുകി, തല പിന്നെ 1 കിലോമീറ്റർ പോയിട്ട് തടകി, കാല് പിന്നെ അരമണിക്കൂർ സഞ്ചരിച്ച് അല്ലെങ്കിൽ 2 കിലോമീറ്റർ പോയിട്ട് തടകി. ഇങ്ങനെ പല സ്ഥലങ്ങളിലായും കൊണ്ട് കഴിയാൻ പറ്റുന്നില്ലേ? അപ്പം എന്നാൽ നിയ്യത്തും അങ്ങനെ ഓരോ അംഗത്തിനും വേറെ വേറെ പറ്റുമെന്നാണ് അസുഹ്. ഫസാനി എന്ന അസുഹിൻ്റെ മുക്കാബിലിയാകുന്നില്ല. അവർ പറഞ്ഞത് നിയ്യത്തിനെ അംഗങ്ങളെ മേൽ വിട്ടുപിരിക്കാൻ പറ്റൂല, മറിച്ച് ഫർദായ മുഖം കഴുകുമ്പോൾ തന്നെ നിയ്യത്ത് വെക്കണം, ഫുള്ള് നിയ്യത്ത് വെക്കണം എല്ലാത്തിനും കൂടി. അതിന് തെളിവ് അതുപോലെ കമാലായതു ജായിസ് അല്ലാത്ത മാതിരി തഫ്രീഖുൻ നിയ്യത്തി നിയ്യത്തിനെ വിട്ടുപിരിക്കാൻ പറ്റൂലല്ലോ. ഫിസ്വലാത്തി നിസ്കാരത്തിൻ്റെ നിയ്യത്തിനെ വിട്ടുപിരിക്കാൻ പറ്റൂലല്ലോ. അല ജസായിഹ ഈ നിസ്കാരത്തിൻ്റെ ജുസ്കളമ്മിൽ ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹനെ കരുതുക, റുക്കു ചെയ്യുമ്പോൾ റുക്കുവിനെ കരുതുക, ഇദ്ദാൽ ചെയ്യുമ്പോൾ ഇദ്ദാൽ ചെയ്യുക, അങ്ങനെ പറ്റുമല്ലോ. അത് തുടക്കത്തിൽ തക്ബീറത്തിൽ ഇഹ്റാം കൊണ്ട് അപ്പം തന്നെ വേണ്ടേ, തുടക്കത്തിൽ തന്നെ വേണം. അതിന് മോങ്കുമ്പോൾ തന്നെ വേണം. അസാനി എന്ന വുളുവിൻ്റെ ഫർദുകളിൽ നിന്ന് രണ്ടാമത്തതാകുന്നത് ഹസ്ലു വുളു എടുക്കുന്നവൻ്റെ മുഖത്തിനെ കഴുകലാണ്. അതിന് തെളിവെന്താ? ഖാലതആല അല്ലാഹു തആല പറഞ്ഞു ഫഗ്സിലൂ വുജൂഹക്കും എന്ന് പറഞ്ഞു, നിങ്ങളെ മുഖത്തിനെ നിങ്ങൾ കഴുകണേ. അംറു വുജൂബിനെ കാണല്ലോ. വഹുവ എന്ന മുഖമാകുന്നത് നീളത്തിൽ മുഖമാകുന്നത് ഒരു സ്ഥലമാണ്. അങ്ങനത്തെ സ്ഥലം ബൈന മനാബിത്തി റസിഹി ഖാലിബൻ വ മുൻതഹാ ലഹിയിഹി ബൈന മനാബിത്തി ഷഹരി റസിഹി അവൻ്റെ തലമുടി മുളച്ചുണ്ടാകുന്ന സ്ഥലത്തിൻ്റെ ഇടയിലും ഹാരിബിനും മുളച്ചുണ്ടാകുന്ന നോക്കുക. ചിലർക്ക് ചിലപ്പോൾ നെറ്റിമേൾക്ക് മുളച്ചുണ്ടാവുമോ നോക്കൂല, ചിലർ തൻ്റെ കുറച്ച് മേലോട്ട് കയറി മുളച്ചുണ്ടാവുമോ നോക്കൂല. കുറച്ച് സാധാരണയിൽ തലമുടി മുളയ്ക്കുന്ന സ്ഥലത്തിൻ്റെ ഇടയിലും മുന്തഹ ലഹിയൈഹി 2 താടിയിൽ അവസാനിക്കുന്ന സ്ഥലത്തിൻ്റെയും ഇടയിൽ സ്ഥിരപ്പെട്ടതാണ്. ഐ ആഖിരിഹിമ മുന്തഹ എന്ന് പറഞ്ഞാൽ ആഖിർ എന്നർത്ഥം. ആ 2 താടിയിൽ കാരണം പല ഭാഗത്തു നിന്ന് വരുന്ന താടി ഇടഭാഗത്ത് നിന്ന് വരുന്ന താടി രണ്ടും കൂടി അവസാനിക്കുന്നതിലുണ്ടല്ലോ അത്. വഹുമ ഈ ലഹിയൈഹി 2 താടിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഹിയ എന്ന് പറഞ്ഞാൽ എന്താകുന്നത്? അൽ അൽമാനില്ലതാനി അലൈഹിമൽ അസ്നാനു സുഫ്ല എന്നാണ്. അൽ അൽമാനി 2 എല്ലാണ്, അല്ലതാനി എങ്ങനത്തെ 2 എല്ലാണ്? അലൈഹിമ ആ 2 എല്ലിൻ്റെ മേലാണ് ഉണ്ടാവാറ് അൽ അസ്നാനു സുഫ്ല താഴെ പല്ല്, താഴെ മേലെയും പല്ലുണ്ടല്ലോ, താഴെ പല്ല് സ്ഥിതി ചെയ്യുന്ന വലത്തും അടുത്തുള്ള 2 എല്ലുകൾക്കാണ് ലഹിയ എന്ന് പറയാം. പമാ ഒരു സ്ഥലവുമാണ് മുഖം. എങ്ങനത്തെ സ്ഥലമാണ്? ബൈന ഉദിനൈഹി 2 ചെവിയിലിടയിൽ സ്ഥിരപ്പെട്ട സ്ഥലമാണ്. നേരത്തെ പിന്നെ മനാബിദ് ഷെയറിൻ്റെയും പിന്നെ മുന്തലിൻ്റെ ഇടയിൽ തൂലിലായിരുന്നു. എന്നാൽ ഇവിടെ അകലത്തിൽ അങ്ങനെ 2 ചെവിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ ചുറ്റളവിലുള്ളതായിരിക്കുന്ന സ്ഥലമാണ് മുഖം. അപ്പോൾ ഇതാണ് മുഖം എന്ന് പറയാൻ കാരണം എന്താ? എന്നൽ മുവാജഹത്ത, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിടുക എന്നുള്ളതാകുന്നത്. അങ്ങനത്തെ മുന്നിടലാണ് അൽ മൗഹൂദ മിൻഹൽ വജ്ഹു. ആ മുവാഹദത്ത് എന്ന മസ്തർ എന്നാണല്ലോ വജീനെ പിടിക്കപ്പെട്ടത്. ആ വജീനെ പിടിക്കപ്പെട്ട മുവാജഹത്ത് ആകുന്നത് തഖവു. ആ മുവാജഹത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിടുക എന്നുള്ളത് സംഭവിക്കുന്നത് ബിദാലിക. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ തലമുടി സാധാരണ മുളയ്ക്കുന്നതിൻ്റെയും താടിൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന സ്ഥലം നീളത്തിലും 2 ചെവിക്കുറ്റിൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന സ്ഥലം അകലത്തിലുള്ള ആ ചുറ്റളവിലുള്ള സ്ഥലം കൊണ്ടാണല്ലോ ഈ മുവാജഹത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിടുക എന്നുള്ളത് ഉണ്ടാകുന്നത്. അതിനല്ലേ വജഹിനെ പിടിച്ചത് കൊണ്ട് വജഹതാണ്. വൽ മുറാദു അപ്പോൾ ഇവിടെ തലമുടി മുളച്ചുണ്ടാകുന്ന സ്ഥലം എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഉദ്ദേശം ലാഹിറു മാതുക്കിറ ആ തലമുടി മുളച്ചുണ്ടാകുന്ന സ്ഥലത്തിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിൻ്റെ ബാഹ്യ സ്ഥലമാണ്, പുറം സ്ഥലമാണ്.
എന്താ അതിൻ്റെ ലാഹിർ അറിയാൻ കാരണം ഇത് കാൻ ലാജു നിർബന്ധമല്ലല്ലോ. ഹൊസ്ലു ദാഹിലിൽ അയിനി കണ്ണിൻ്റെയും അതിൻ്റെയും ഒക്കെ ഉള്ളുകീൽ നിർബന്ധമല്ലല്ലോ. അപ്പോൾ കൊണ്ടാണ് ആ ലാഹിറാണ് ഉദ്ദേശം എന്ന് പറയാൻ കാരണം. വലാ ഇസ്തഹബു മാത്രമല്ല കണ്ണിൻ്റെ ഉള്ളുകീൽ സുന്നത്തുമില്ല. അപ്പോൾ കൊണ്ടാണ് ഇവിടെ ലാഹിറാണെന്ന് പറയാൻ കാരണം. അപ്പോൾ മുന്തഹല്ലഹീനി അപ്പോൾ രണ്ട് താടിയലിൻ്റെ മുന്തഹൻ്റെയും ഇടയിൽ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ മുന്തഹ എന്താണ് മൂത്തിലോ എന്താ പറയുക, രണ്ട് താടിയലുകൾ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ആഹ്റാകുന്നത് മിനൽ വജ്ഹി, അത് മുഖത്തിൽ പെട്ടതാണ്. അപ്പോൾ അതും കഴുകൽ നിർബന്ധമാണെന്ന് അർത്ഥം. വൈലം തസ്മൽഹുൽ ഇബാറത്തു, മുസ്നിഫ് റഹിമഹുല്ലാഹുവിൻ്റെ ഇബാറത്തിനെ ഉൾക്കൊള്ളിക്കുന്നത്. ഒരു ഇബാറത്തിൽ മനാബിത്ത് ഷേറിന് മനാബിത്ത് ഷേറിൻ്റെയും മുന്താലിൻ്റെയും ഇടയുള്ളതാണ്. ആ മനാബിത്ത് ഷേർ മുഖത്തപ്പെടുന്നില്ലല്ലോ, ആ മുന്താലയും പെടുന്നില്ല എന്നാണ് അതിൻ്റെ ലാഹിർ. ഇബാറത്തൊന്നും പെടുന്നില്ല, എന്നാലും വിഷയം അങ്ങനെയാണെന്ന് അറിയണം, അതും പെടണം. അതുപോലെ പെണ്ണുങ്ങൾ മുഖം മറയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ, അത് ആ സ്ഥലം അറിയണം മക്കനൊക്കെ ഇടുമ്പളി. ഫമിൻഹു, അപ്പോൾ ഇതാണ് മുഖത്തിൻ്റെ പരിധി എന്ന് വെക്കുമ്പോൾ മുഖത്തിൽപ്പെട്ടതാണ് മൗലിയുൽ ഹമമി, പൂച്ചരോമം മുളയ്ക്കുന്ന സ്ഥലം. അപ്പോൾ ഏതാണ് ഈ മൗലിയുൽ ഹമം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്. എങ്ങനത്തെ സ്ഥലം? നബത്താലിഹി, ആ സ്ഥലത്തിൻ്റെ മേൽ മുളച്ചുണ്ടായിരിക്കുന്നു അഷറു, മുടി, ജിബത്തി, നെറ്റിയിൽ നിന്ന് മുടി മുളയ്ക്കുന്ന സ്ഥലത്തിനേക്കാണ് മൗലിയുൽ ഹമം എന്ന് പറയുക. വലൈസ മിൻഹു, എന്നാൽ മുഖത്തിൽപ്പെട്ടതല്ല മൗലിയു സലി, കഷണ്ടിൻ്റെ സ്ഥലം. ബഹുവ മൗലിയു സല ആകുന്നത് ഒരു സ്ഥലമാണ്. എങ്ങനത്തെ സ്ഥലം? ഇൻഹസറ അൻഹു, ആ സ്ഥലത്തുനിന്ന് കൊഴിഞ്ഞു വീണിരിക്കുന്നു അഷറു, മുടി, മി മുഖദ്ദമിർ റസി, തലയുടെ മുമ്പാകത്തു നിന്ന് മുടി കൊഴിഞ്ഞു പോകേണ്ടത് ചിലർക്ക്, അങ്ങനത്തെ സ്ഥലത്തിനാണ് കഷണ്ടിത്തല എന്നറിയാം. അത് മുഖത്തപ്പെട്ടതല്ല. പമിൻഹു എന്നവ അൻഹു, ഈ മൗലിയു സൽ, ഈ കഷണ്ടി സ്ഥലത്തിനെ തൊട്ടാണ് ഇഹ്തറസ മുസ്ലിം സൂക്ഷിച്ചത് ബി ഖൗലി ഖാലിബ, ഖാലിബിനും തലമുടി മുളയ്ക്കാൻ നേരത്തെ കൈ കൊടുത്തില്ല, അതിന് വേണ്ടിയാണ്. അപ്പോൾ ചിലപ്പോൾ ഖാലിബിൻ്റെ എതിരായിട്ട് പിന്നെ അതിൻ്റെ മേലോട്ട് മൗദിയുസലു കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടാണ് മുടി ഉണ്ടാകുക. അപ്പോൾ മൗദിയുസലും കഴുകണമെന്ന് വരൂലേ, അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഖാലിബിനും എന്ന് പറഞ്ഞത്. ഖാലിബിനും മൗദിയുസലുവിൻ്റെ അടുത്തൊക്കെ മുടി ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വക്കഥ, ഈ പൂച്ചരോമം മുളയ്ക്കുന്ന സ്ഥലം മുഖത്തിൽപ്പെട്ടതായ മാതിരി തന്നെ അത്തഹദീബു, മുഖവളടുന്ന സ്ഥലവും മുഖത്തിൽപ്പെട്ടതാണ്. ബിൽ മൂജമത്തി, പുള്ളിയുള്ള ദാലുകൊണ്ട്, തെഹദീഫ് എന്നാണ് വായിക്കുന്നത്, തെഹദീഫ് ദാലല്ല അർത്ഥം. ഐ മൗലിഹു നടത്താം, മുഖവളടുന്ന സ്ഥലമാകുന്നതും മിനൽ വജ്ഹി, മുഖത്തിൽപ്പെട്ടതാണ്. ഫിൽ അസ്ഹി, ഖിലാഫുണ്ട്, അസ്ഹ് പ്രകാരം അത് മുഖത്തിൽപ്പെട്ടതാണ് മുഖവളടുന്ന സ്ഥലം. എന്താ മുഖവള പിന്നെ മുഖത്തിൽപ്പെട്ടതാണ്? കാരണം ഈ മുഹാദാത്തിഹി, കാരണം ആ സ്ഥലം അഥവാ ഈ മുഖവളടുന്ന സ്ഥലം നേരിടുന്നുണ്ട് എന്തിനോട്? ബയാദുൽ വജ്ഹി, മുഖത്തിൻ്റെ ബയാദ്. ബയാദ് പറഞ്ഞാൽ ആ മുടിയില്ലാത്ത സ്ഥലം നടത്തും. കറുത്തവർക്കും മറ്റു കളറുകൾക്കൊക്കെ വാദമാണ്. ഇപ്പോൾ വഹുവ, ഏതാണ് ഈ മൗലിയു തെഹദീഫ്, മുഖവളടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതാണത്? ഒരു സ്ഥലമാണ്. എങ്ങനത്തെ സ്ഥലം? എമ്പുത്തു അലിഹി, ആ സ്ഥലത്തിൻ്റെ മേൽ മുളച്ചുണ്ടാകും അഷേറുൽ ഹഫീഫു, നീരി മുടി മുളയ്ക്കും, കട്ടിയുള്ള അതിനകത്ത്. എവിടെയാണ് ഈ മുളയ്ക്കുന്ന സ്ഥലം? ആ സ്ഥലം തന്നെ ബൈന ബുത്തിദായിനും ഇതാരി വന്നസത്തി, ഇടത്താടിയും കയനെറ്റിയുടെയും ഇടക്ക് ആയിട്ട്. പിന്നെ എങ്ങനത്തെ സ്ഥലമാണ്? തഴത്താദുൻ നിസാവുൽ അഷ്റാഫു, അഷ്റാഫായ യോഗ്യന്മാരായിരിക്കുന്ന അറബി പെണ്ണുങ്ങളൊക്കെ പതിവാക്കാറുണ്ട് തൻഹിയത്തെ ഷാരിഹി, അസ്ഥലത്തുള്ളതായ മുടി നീക്കലിന്. എന്തിനാണ് അവർ മുടി നീക്കുന്നത്? ലിയത്തസിയൽ വജു, മുഖത്തിന് വീതി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വളം ഇട്ടിട്ട് അതിൻ്റെ അടിയിലോട്ടുള്ള അവളുടെ താഴെയുള്ള സ്ഥലമൊക്കെ പിന്നെ മുടി നീക്കാറുണ്ട്, ഒരു മുഖത്തിന് വീതി കിട്ടാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇതിന് മുഖവളടുന്ന സ്ഥലം എന്ന് പേര് വെക്കുന്നത് പറയാറ്. ലൻ നസഅത്താനി, രണ്ട് കയനെറ്റി മുഖത്തിൽപ്പെട്ടതല്ല. ബി ഫത്ഹി സായി, സാക്ക് ഫത്ത് കൊണ്ട് നസ എന്നാണ് വായിക്കേണ്ടത്, നസ് എന്നല്ല എന്നർത്ഥം. ബഹുമ, ഏതാണ് ഈ കയനെറ്റി? നസഅത്താനി എന്ന് പറഞ്ഞാൽ ബയാദാനി, മുടിയില്ലാത്ത രണ്ട് സ്ഥലമാണ്. ചിലർക്കും അല്ല, ചിലർക്ക് മുടിയില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നർത്ഥം. യക്തനിഫാനി, ആ രണ്ട് സ്ഥലം, ആ ബയാദിനല്ല, രണ്ട് ബയാദ് പൊതിയും അന്നാസിയത്ത മൂർദാവിന്, മൂർദാവിൻ്റെ അപ്പുറവുമായിട്ട് നടത്തും. അപ്പം ലൻ നസഅത്താൻ്റെ അർത്ഥം പറയാം. ഐ ലൈസത്ത, അതായത് ഈ നസഅത്താനി അല്ല, ഈ കയനെറ്റി എന്ന് പറഞ്ഞ സാധനമല്ല, മിനൽ വജ്ഹി, മുഖത്തിൽപ്പെട്ടതല്ല. എന്തേ മുഖത്തിൽപ്പെട്ടതല്ലാണ്ട് കങ്കാനി അന്നഹുമാ, കാരണം ഈ നസഅത്താനി ആവുന്നത് ഫി തദ്ഫി ഫി തദ്വീരി റസി, അത് മുഖത്തിൻ്റെ റൗണ്ടിൽപ്പെട്ടല്ല, തലൻ്റെ റൗണ്ടിൽപ്പെട്ടതാണ്, അത് തലയപ്പെട്ടതാണെന്ന് അർത്ഥം. കുൽത്തു, അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ എന്താണ്? മുഖവളടുന്ന സ്ഥലം മുഖത്തിൽപ്പെട്ടതല്ല എന്നല്ലേ പറഞ്ഞത്? അത് റാഫി ഇമാമിൻ്റെ ദർജിയാണ്. എന്നാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പറഞ്ഞു സ്വഹൽ ജുംഹൂറു,
ജുംഹൂർ ഭൂരിപക്ഷം ഫുഖഹാക്കളും സഹിയാക്കിയിരിക്കുന്നു. എന്തിനെ? അന്ന മൗലിയ തെഹദീഫി ലക്ഷ്യമായിട്ട് മുഖവിടടുന്ന സ്ഥലമാകുന്നത് മിനർ റൗസി, അത് തലയിൽപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ റാഫിയാൻ തെർജിയാക്കിയത് അത് മുഖത്തുപ്പെട്ടതാണ് എന്നായിരുന്നു. ഒക്കതാ മൗലിയ തെഹഫി മിനൽ വജീന്നയും പറഞ്ഞത്. എന്നാൽ ജുംഹൂർ സഹിയാക്കി അങ്ങനല്ല, അത് മുഖത്തുപ്പെട്ടതല്ല. അപ്പോൾ കീഴെങ്കിലും പൊതു ശരിയാവുന്ന വരും, അത് തലയിൽപ്പെട്ടതാണ്. വല്ലാഹു അലം. കുൽത്തു വല്ലാഹു അലം. എന്താ അത് മുഖത്തുപ്പെട്ടതിൻ്റെ തലയിൽപ്പെട്ടാന്ന് പറയാൻ കാരണം? ലിത്തിസാരി ഷഹരിഹി, ആ തെഹദീഫിൻ്റെ സ്ഥലത്തുണ്ടാകുന്ന മുടി ചേരുന്നതിന് വേണ്ടി എന്തിനോട് ചേരുന്നുണ്ട്? ഷഹരി റസി, തലമുടിനോട് ചേർന്നിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ തലയിൽപ്പെട്ടതാണ്. വൻ അഖല റാഫിയു, ഇമാം റാഫി റളിയല്ലാഹു അൻഹു നഖൽ ചെയ്തു ഫി ശറഹിഹി, റാഫി ഇമാമിൻ്റെ 2 ഷറഹ്, ഷറഹ് സഗീറും ഷറഹ് കബീറും ഒക്കെ അദ്ദേഹം ഉദ്ധരിച്ചു. എന്തിനെ? തർജീഹു, ഈ മുഖവളിടുന്ന സ്ഥലം അത് തലയപ്പെട്ടതാണ്, മുഖത്തപ്പെട്ടതല്ല എന്ന് ഞാൻ റാജിയാക്കുന്നത്. ആരെ തൊട്ട് നക്കൽ ചെയ്തു? അതിൻ്റെ അക്സരീന, ബഹുഭൂരിപക്ഷം അസ്ഹാബിനെ തൊട്ട്. അപ്പോൾ തബിയ, എന്നാൽ റാഫി റളിയല്ലാഹുവിനെ പിൻപറ്റി ഫിൽ മുഹററിൽ തർജിയൽ ഖസാലി ഇമാം റാജിയാക്കിനോട് പിൻപറ്റി. അപ്പോൾ എന്തിനാണ് റാജിയാക്കിയത്? ഇല്ല അവലിനെ, അതായത് അത് മുഖത്തിൽ പെട്ടതാണ് എന്നുള്ളതിനെ. അന്നേരക്കാണ് മുഹററിൽ റാഫിയമ്മ് പിന്നെ വഖദത്ത് തഹദീഫു ഫിൽ അസ്ഹി എന്ന് പറഞ്ഞതെന്നർത്ഥം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم اجعلنا من المتعلمين الفائزين الأقربين. اللهم اغفر للمؤمنين والمؤمنات